കാത്തിരിപ്പിനൊടുവിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നാടിന് സമ്മാനിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിഴിഞ്ഞം കേരളത്തിനും രാജ്യത്തിനും പുതിയ സാമ്പത്തിക സ്ഥിരത നൽകുമെന്ന് പ്രധാനമന്ത്രി. വികസനത്തിന്റെ കവാടമായി വിഴിഞ്ഞം മാറുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. തുറമുഖത്തെത്തിയ ഏറ്റവും വലിയ മദർഷിപ്പ് പ്രധാനമന്ത്രി സ്വീകരിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. വിഴിഞ്ഞം തുറമുഖത്ത് നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതി കമ്മീഷൻ ചെയ്തത്. മലയാളത്തിലാണ് പ്രധാനമന്ത്രി സംസാരിച്ചതും. പദ്ധതിയുടെ നേട്ടങ്ങളും സാധ്യതകളും ഉയർത്തിക്കാട്ടി പ്രധാനമന്ത്രി ഇനി രാജ്യത്തിന്റെ പണം രാജ്യത്തിനാണെന്നും പണം രാജ്യത്തിന് പുറത്തേക്ക് ഒഴുകില്ലെന്നും പറഞ്ഞ പ്രധാനമന്ത്രി കേരളത്തിനും രാജ്യത്തിനും പുതിയ സാമ്പത്തിക സ്ഥിരത നൽകുമെന്നും വ്യക്തമാക്കി. വികസനത്തിന്റെ കവാടമായി വിഴിഞ്ഞം മാറുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 75% ट्रांसशिपमेंट भारत के बाहर के पोर्ट पर होता था। इससे देश को बहुत बड़ा रेवेन्यू लॉस होता आया है। ये परिस्थिति अब बदलने जा रही है. മന്ത്രി വി.എൻ. വാസവൻ അദാനി കമ്പനിയെ പങ്കാളി എന്ന് വിശേഷിപ്പിച്ചതിനും പ്രധാനമന്ത്രിയുടെ മറുപടിയുണ്ട്. അദാനിയെ നമ്മുടെ പങ്കാളി എന്ന് പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് മന്ത്രി സ്വകാര്യ മേഖലയെ നമ്മുടെ പങ്കാളി എന്ന് പറഞ്ഞതാണ് മാറുന്ന ഭാരതമെന്ന് മന്ത്രി വി.എൻ. വാസവന് പ്രധാനമന്ത്രി മറുപടി നൽകി. വിഴിഞ്ഞം തുറമുഖം വികസനം കേന്ദ്ര സർക്കാർ യാഥാർത്ഥ്യമാക്കി. ഇന്നത്തെ പരിപാടി ഇന്ത്യ സഖ്യത്തിലെ പലരുടെയും ഉറക്കം കെടുത്തുമെന്നും പ്രധാനമന്ത്രി. पोर्ट की विजिट करके आया हूं और गुजरात के लोगों को जब पता चलेगा कि इतना बढ़िया पोर्ट ये अदानी ने यहां केरल में बनाया है, ये गुजरात में 30 साल से पोर्ट पे काम कर रहे हैं, लेकिन अभी तक वहां उन्होंने ऐसा पोर्ट नहीं बनाया, तब उनको गुजरात के लोगों से गुस्सा शायद करने के लिए तैयार रहना पड़ेगा. हमारे मुख्यमंत्री जी से भी मैं कहना चाहूंगा, आप तो इंडी अलायंस के बहुत बड़े मजबूत पिलर है. यहां शशि थरूर भी बैठे हैं और आज का ये इवेंट कई लोगों की नींद हराम कर देगा. കേരള ജനതയ്ക്ക് ഇത് അഭിമാന നിമിഷമെന്ന് മുഖ്യമന്ത്രി. കേരളത്തിനിത് സ്വപ്ന നിമിഷം. തുറമുഖ കവാടം തുറക്കാൻ മാത്രമല്ല രാജ്യത്തിന്റെ വികസനത്തിന്റെ കവാടം തുറക്കൽ കൂടിയാണ് ചടങ്ങെന്നും മുഖ്യമന്ത്രി. 75% കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് കാർഗോ വിദേശ തുറമുഖങ്ങളിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു. ഇതുപോലൊരു സൗകര്യം നമുക്കില്ലാത്തതുകൊണ്ട് ഇക്കാലം അത്രയും ഇത് ഇവിടെ ഇതിലൂടെ അവസാനിക്കുകയാണ്. ക്ഷണിക്കപ്പെട്ട അതിഥികളും പൊതുജനങ്ങളും ഉൾപ്പെടെ നിറഞ്ഞ സദസ്സിലാണ് ഉദ്ഘാടന ചടങ്ങ് നടന്നത്. ജനം, തിരുവനന്തപുരം.